ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കെ ഇസ്രായേലിലെ 10 ദശലക്ഷം പൗരന്മാരെ ലക്ഷ്യം വെച്ച് മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. 2 ഘട്ടമായി 100-ലേറെ മിസൈലുകളാണ് ഇറാൻ തൊടുത്തത്. ഇസ്രായേലിൽ ഉടൻ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൌസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക ഒരുക്കങ്ങൾ നടത്തുന്നതായും ഇറാൻ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം ഇന്നലെ വൈകുന്നേരം ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലെ ജാഫയിൽ ഭീകരാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു, 7 പേർക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയ 2 ഭീകരരെയും വധിച്ചെന്ന് പോലീസ് അറിയിച്ചു. ഹിസ്ബുള്ളയ്ക്കെതിരെ വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ സേന ലെബനനിൽ കരയുദ്ധം ആരംഭിച്ചത്. തെക്കൻ ലെബനനിലെ പ്രാദേശിക തലത്തിൽ പരിമിതമായ ഓപ്പറേഷൻ ആരംഭിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലാണ് ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചത്. വ്യോമസേനയും സൈന്യത്തിന്റെ പീരങ്കി വിഭാഗവും ദൗത്യത്തിൽ പങ്കാളികളാണ്. അതിർത്തിയിലെ ലബനീസ് ഗ്രാമങ്ങളിലുള്ളവരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. 25 ഗ്രാമങ്ങളിലെ ആളുകൾ എത്രയും വേഗം വീട് വിട്ട് അതിർത്തിയിൽ നിന്നും 60 കിലോമീറ്റർ മാറി അവാലി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് മാറണമെന്നായിരുന്നു നിർദ്ദേശം. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് നിർദ്ദേശം നൽകിയത്.